ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നമ്മൾക്ക് നന്ദി അർപ്പിക്കാം. 1 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എൽക്കാന എന്ന് പറയുന്ന വ്യക്തിയെയും അവൻ്റെ 2 ഭാര്യമാരെയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവന് 2 ഭാര്യമാരുണ്ടായിരുന്നു. 1 ഹന്ന, 2 പൊനീന. പൊനീനയ്ക്ക് മക്കളെ ദൈവം കൊടുത്തു, എന്നാൽ ഹന്നയ്ക്ക് ദൈവം മക്കളെ കൊടുത്തില്ല. ദൈവം അവളെ വന്ധ്യയാക്കിയിരുന്നു. എന്നാൽ പൊനീന എൽക്കാനെ പരിഹസിച്ചിരുന്നു. പഴയ നിയമകാലങ്ങളിൽ മക്കളില്ല എങ്കിൽ അത് ദൈവത്തിന് ശാപമായി കരുതിയിരുന്നു. കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ വയ്യാതെ ഹന്ന ദേവാലയത്തിൽ ചെന്ന് കർത്തൃസന്നിധിയിൽ അവൾ ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. കുടുംബസമേതം ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. ഹന്നയുടെ ഭർത്താവ് എൽക്കാനയുമായി അവർ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടു. ദൈവം അവർക്ക് ഒരു കുഞ്ഞിനെ നൽകി. അവനാണ് അറിയപ്പെടുന്ന പ്രശസ്തനായ സാമുവേൽ പ്രവാചകൻ. സമയം എടുത്തെങ്കിലും ദൈവം നല്ലൊരു കുഞ്ഞിനെ കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. അവൾ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നിരുന്നു. ദേവാലയത്തിൽ ചേർത്ത് അവനെ വളർത്തിക്കൊള്ളാമെന്ന്. അവൻ ഏലിയോട് ചേർന്ന് ദേവാലയ ശുശ്രൂഷ ചെറുപ്പം മുതലേ ചെയ്തു പോന്നു. പ്രിയ സഹോദരങ്ങളെ, മറ്റൊരു സംഭവം നമ്മൾ കാണുന്നത് തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. തോബിത്തിൻ്റെ മകന് തോബിയാസിന് വിവാഹപ്രായമായി. അവനോടൊത്ത് സഞ്ചരിക്കുന്ന റഫേൽ അല്ലെങ്കിൽ റഫേൽ മാലാഹ തോബിയാസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. തോബിയാസ് അപ്രകാരം ചെയ്യുന്നു. ദൈവം റഫേലിനെ നിയോഗിച്ചത് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. 1, തോബിത്തിൻ്റെ കണ്ണിലെ മൂടുപടം നീക്കിക്കളയണം. 2, തോബിത്തിൻ്റെ മകനായ തോബിയാസിന് ഒരു വധുവിനെ കണ്ടെത്തണം. 3, രഘുവിൻ്റെ മകളായ സാറയിൽ അനുരക്തനായിരുന്ന ദുഷ്ടപിശാച് അസ്മദോസ് എന്ന് പറയുന്ന ദുർഭൂതത്തെ അകറ്റിക്കളയണം. ഇത് 3 അദ്ദേഹം റഫേൽ ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, 7 പേരെ വിവാഹം കഴിച്ച സാറ അവളുടെ ഭർത്താവിനെ ഈ ദുർഭൂതം കൊന്നുകളയുന്നതുകൊണ്ട് അവൾക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചിരുന്നില്ല. അവൾ ഒരു പുരുഷനുമായും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ പിശാച് ഈ ഭർത്താക്കന്മാരെ കൊന്നുകളഞ്ഞിരുന്നു. എന്നാൽ റഫേൽ മാലാഹ പറഞ്ഞതനുസരിച്ച് തോബിയാസ് പ്രവർത്തിച്ചപ്പോൾ ദുർഭൂതത്തെ അവിടെ നിന്ന് റഫേൽ മാലാഹ ആട്ടിപ്പായിക്കുന്നുണ്ട്. അവിടെ പറയുന്നത് മത്സ്യത്തിൻ്റെ ആന്തരികാവയം എടുത്ത് പോയിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പല വ്യക്തികളും വീട്ടിൽ മേടിക്കുന്ന മത്സ്യത്തിൻ്റെ ആന്തരിക അവയവങ്ങളെടുത്ത് പോയിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താം എന്നതേ ഉള്ളൂ. എന്നാൽ നീ ഒരു പുരോഹിതനെ അടുത്ത് ചെന്ന് കുന്തിരുക്കം വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് മേടിച്ച് നിന്റെ ഭവനത്തിൽ കൊണ്ടുപോയി അത് പുകച്ചാൽ അതിൻ്റെതായ ഗുണം നിങ്ങൾക്ക് ലഭിക്കും. ധൂപകലശത്തിൽ നിന്ന് ധൂപങ്ങൾ ഉയരുന്നത് പോലെ ദൈവമേ, എൻ്റെ പ്രാർത്ഥനകളും അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ശുശ്രൂഷ ചെയ്യാം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, മക്കളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം നമ്മൾ മാറ്റിവയ്ക്കപ്പെടുകയാണ്. അനേകം മക്കളില്ലാതെ വേദനിക്കുന്നുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന 2 മെയിൽ നഴ്സുമാർ, അവർ ഭാര്യമാരും നഴ്സുമാരാണ്. അവർ വിവാഹം കഴിഞ്ഞു 6 വർഷമായി 3 വർഷമായി ഇവർക്ക് മക്കളില്ല. 6 വർഷം വിവാഹം കഴിഞ്ഞ് 6 വർഷമായ ദമ്പതി ആത്മീയമായി പങ്കുവെക്കുവാൻ വേണ്ടി എത്തിയപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു,
നിങ്ങൾക്ക് കർത്താവ് ഒരു കുഞ്ഞിനെ തരുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അവരത്ര കാര്യമായി എടുത്തില്ല. അവർ കുറേ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, പല ശുശ്രൂഷരെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല. അവർ ആത്മീയമായി പങ്കുവച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഭാര്യ അബോർഷനായിപ്പോയി. ഉദരത്തിൽ കിടന്ന ശിശു നഷ്ടപ്പെട്ടു. എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ശ്രദ്ധിക്കണ്ടായിരുന്നോ? അവർ പറഞ്ഞു, ഇത്ര വേഗം കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും അവരോട് പ്രാർത്ഥിച്ചു, അവരുമായി ദൈവിക രഹസ്യങ്ങൾ പങ്കുവച്ചു. ദൈവം അവർക്ക് വീണ്ടും മക്കളെ നൽകി. 2 മക്കളുമായി ആ കുടുംബം ജീവിക്കുന്നു. പ്രൈസ് ലോർഡ്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭയം, ആകുലത, നിരാശ, ഇവയെല്ലാം പിശാച് തരുന്ന ചില തോന്നലുകളാണ്. എന്നാൽ കർത്താവിനെ എല്ലാം സാധ്യമാണ്. കർത്താവ് ഇടപെട്ട് കഴിയുമ്പോൾ സകല ബന്ധനങ്ങളും നിന്ന് മാറിപ്പോകും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരു നേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞത് അവൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ പോളിസിസ്റ്റ് ഉണ്ടെന്നാണ്. അതിനുവേണ്ടി മരുന്ന് മേടിച്ചു, കഴിക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ ആത്മീയമായി പങ്കുവച്ചപ്പോൾ, അല്ലെങ്കിൽ ആ മകൻ ശുശ്രൂഷ ശ്രവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. മരുന്ന് കഴിക്കാതെ തന്നെ അവൻ്റെ ഭാര്യ ഗർഭിണിയായി. അവർക്കും ദൈവം കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. തന്നെയുമല്ല, OET എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന ആ മകൾ ആ പരീക്ഷയിലൊന്നും പാസ്സായിരുന്നില്ല. എന്നാൽ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം ആ മകൾ OET പരീക്ഷ എഴുതി നല്ല മാർക്കോടെ വിജയം വരിച്ചു. ഒരു കുടുംബസമേതം ഇപ്പോൾ UK സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമെന്ന് തോന്നുന്നത് ദൈവദൃഷ്ടിയിൽ സാധ്യമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം നൊന്ത് നീ പ്രാർത്ഥിക്കണം. നിന്റെ സർവ്വബന്ധനങ്ങളും ഈശോ നീക്കിക്കളയും. ആസ്മദേവസ് എന്ന് പറയുന്ന ദുഷ്ടപിശാചിനെ റഘുവിൻ്റെ മകളായ സാറായിൽ നിന്ന് ആട്ടിപ്പായിച്ച കർത്താവ് നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും അവിടുന്ന് ആട്ടിപ്പായിക്കും. എന്നോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന അനേകരുണ്ട്. അതിൽ കുറച്ച് പേരുകൾ മാത്രം ഇന്നലെ വിളിച്ചു പറഞ്ഞ ഒരു സഹോദരി പേര് ഞാൻ ഓർക്കുന്നു. അവൾ പറഞ്ഞത്, ഞങ്ങൾക്ക് കടബാധ്യതയാണ്, വീട് എപ്പോഴാണ് ജപ്തി ചെയ്യുന്നതെന്ന് അറിയത്തില്ല, വിവാഹം കഴിച്ചിട്ട് 5 വർഷമായി, ഇതിനെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, ഒരു ജോലിയിലും സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല. എൻ്റെ കർത്താവെ, ആ മകളുടെ മേൽ നിന്റെ ആത്മാവിനെ വർഷിക്കണമെന്ന് ദാസും പ്രാർത്ഥിക്കുന്നു. അന്ന് പ്രവാചകന്മാരുടെ മേൽ നീ ആത്മാവിനെ വർഷിച്ചതുപോലെ ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവെ, ഒരു ജോമോനുണ്ട്, കർത്താവെ, അതുപോലെ ഒരു സിബിയുണ്ട്, കർത്താവെ, അതുപോലെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുന്ന പല വ്യക്തികളുമുണ്ട്. ഡോക്ടർമാർ കൈ ഒഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എന്നാൽ നിനക്കെല്ലാം സാധ്യമാണ്. എൻ്റെ ഈശോയെ, നീ ഇവരൊന്ന് തൊടണമേ, ഇവരുടെ ബന്ധങ്ങൾ നീ അകറ്റണമേ, രോഗപീഠകൾ മാറിപ്പോകട്ടെ, ഇവരുടെ ഹൃദയം വിശുദ്ധീകരിക്കണമേ, ഇവരെ ആന്തരികമായ അവയവങ്ങൾ നീ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, വിശുദ്ധിയോടെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച ഹന്നായുടെ പ്രാർത്ഥന കേട്ട് അവൾക്ക് കുഞ്ഞിനെ നൽകി നീ അനുഗ്രഹിച്ചു. പ്രായാധിക്യത്തിലും അബ്രാഹത്തിനും നീ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. സക്രിയയ്ക്കും എലിസബത്തിനും നീ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ മറിയത്തിലൂടെ ഈശോമിശയെ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്കും ഞങ്ങളുടെ സ്വന്തക്കാർക്കും ഞങ്ങളുടെ ബന്ധുക്കൾക്കും ഞങ്ങളുടെ അയൽവാസികൾക്കുമെല്ലാം നീ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും നിന്റെ അനുഗ്രഹം ചൊരിയപ്പെടട്ടെ. ദൈവമേ, ഇന്ന് കേൾക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ സമൂഹ ജീവിതത്തിൽ, അവരുടെ സുഹൃത്ത് ബന്ധത്തിൽ ആർക്കെങ്കിലും മക്കളില്ലാതെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ പ്രോഗ്രാം ഒന്ന് അയച്ചു കൊടുത്ത് അവർ ഈ വചനം കേട്ട് ആത്മാവിൽ നിറഞ്ഞ് അവർക്കെല്ലാവർക്കും സന്താനങ്ങൾ കൊടുത്ത് കർത്താവെ സമർത്ഥമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് ദാസം പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി, ഹൃദയം ഉയർത്തി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, നീ ഇടപെടണമേ, ഈ നിമിഷം തന്നെ അവരിലേക്ക് നീ ഇടപെടണമേ. ആന്തരിക അവയവങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ, അവർക്ക് നല്ല കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ, ഹന്നായിക്ക് താമസിച്ച് നീ കുഞ്ഞിനെ കൊടുത്തുവെങ്കിൽ അവൻ അറിയപ്പെടുന്ന ഒരു വലിയ പ്രവാചകനായി മാറിയല്ലോ. ദൈവമേ, കാലതാമസം വരുത്തുന്നുണ്ടെങ്കിൽ അതിൽ വലിയ പ്രത്യേകമായ ചില കാര്യങ്ങൾ കൂടി നീ നീക്കി വച്ചിരിക്കുന്നതാ. കർത്താവിനെ ഇടപെട്ട് അനുഗ്രഹിക്കണമെന്ന് ദാസം പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.